ഹലോ ഗൈസ്, പുതിയൊരു കണ്ടന്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു സിമ്പൽ, ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ പല തവണ കണ്ടിട്ടുണ്ടാവും. സോ ഈ ഒരു സിമ്പൽ എന്താണ്, ഇതുകൊണ്ട് യൂട്യൂബ് എന്തെന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മളെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. നിങ്ങൾ എവിടെ വെച്ചാണോ വീഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, ഓക്കെ, അവിടെ വെച്ച് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഓക്കെ, സോ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും അതേപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനൽ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നത്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാം, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാം. ഓക്കെ, എന്തായാലും കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ടീം മലയാളം. ഓക്കെ, സോ കൂടുതൽ സമയം കളയുന്നില്ല, ഞാനും ലെറ്റ്സ് റോൾ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഈ 3 സിമ്പിൾസും ഏതൊക്കെ ഏരിയയിൽ വെച്ചിട്ടാണ് ഷോ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം. ഈ 3 സിമ്പിൾസും 2 ഏരിയയിൽ വെച്ചാണ് ഷോ ചെയ്യുന്നത്. ഒന്നാമത് നമ്മുടെ ഈ ഒരു YT സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷനിലും, രണ്ടാമത് യൂട്യൂബിൻ്റെ തന്നെ ഡെസ്ക് ടോപ്പ് പേജ് സൈറ്റിലുമാണ്. ഓക്കെ, ആ ഒരു സൈറ്റിൽ അനലിറ്റിക്സ് എടുത്ത് നോക്കുന്ന സമയത്ത്, യൂട്യൂബിൽ നിന്ന് തന്നെ അനലിറ്റിക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒരു 3 സിമ്പിൾസ് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ 3 സിമ്പിൾസ് ഏതൊക്കെ രീതിയിലുള്ളതാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത് പറയുന്നത് ഒരു താഴോട്ട് ചെറിയൊരു ഏരോ, ഒരു ഡാർക്ക് കളറിലായിട്ട് താഴോട്ട് ചെറിയൊരു ഏരോ ആണ് ഒന്നാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത് ഒരു ടിക്ക്, ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ടിക്ക്. ഓക്കെ, മൂന്നാമതായിട്ട് ഗ്രീൻ കളറിൽ മുകളിലോട്ട്, ഓക്കെ, അപ്പായിട്ട് ഒരു ഏരോ. അങ്ങനെയാണ് 3 സിമ്പിൾസ് ആണ് ഇതിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ഗോ അനലിറ്റിക്സ് എടുത്ത് നോക്കാം. ഗോ അനലിറ്റിക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പോലും ഈ ഒരു വാച്ച് ടൈം മിനിറ്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ എനിക്കിപ്പോൾ 18 കിട്ടിയിട്ടുള്ളൂ. എന്നാൽ പോയി 100 കിട്ടുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെയും ആ ഒരു സിമ്പിൾ മുകളിലോട്ടായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അതിപ്പോൾ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്ത് തരാനായിട്ട് പറ്റത്തില്ല. എനിക്ക് വ്യൂ കുറവാണോ, സോറി, വാച്ച് ടൈം കുറവാണ്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു സിമ്പിൾസ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ഫസ്റ്റ് തന്നെ ഈ ഒരു താഴോട്ട് കാണിക്കുന്ന ആ ഒരു ഏരോ എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിനെ കൊണ്ട് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ആ ഒരു ഏരോനെ കൊണ്ട് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലാസ്റ്റ് 28 ഡേയ്സിനുള്ളിലുള്ള ആ ഒരു വ്യൂസ് ആയാലും വാച്ച് ടൈം ആയാലും വ്യൂ ഡ്യൂറേഷൻ ആയാലും, ഓക്കെ, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വ്യൂ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു മിനിമം ഇത്ര വ്യൂ എന്ന് പറയുന്നത് പോലെയാണ് ആ ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ. ഓക്കെ, ഈ സിമ്പിളിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതൊന്നും തന്നെയല്ല, 28 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ സിമ്പിൾ താഴോട്ടാണെങ്കിൽ, ഓക്കെ, ഡൗൺ ആയിട്ടാണ് ആ ഒരു ഏരോ കിടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട അത്ര വ്യൂ കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടേണ്ട അത്ര വ്യൂ ഡ്യൂറേഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടേണ്ട അത്ര വ്യൂ വാച്ച് ടൈം മിനിറ്റ്സ് കിട്ടിയില്ല. അതാണ് ആ ഒരു സിമ്പിൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഫീലിംഗ് പറയുന്നത് പോലെയാണ്, കിട്ടേണ്ട അത്ര കിട്ടിയില്ല. ഓക്കെ, സോ രണ്ടാമത് ആ ഒരു ടിക്ക് മാർക്ക് നോക്കാം. ഓക്കെ, ടിക്ക് മാർക്ക് നോക്കുന്ന സമയത്ത്, ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 28 ഡേയ്സിനുള്ളിൽ, ഇല്ലെങ്കിൽ 2 ഹവറിനുള്ളിൽ, 3 ഹവറിനുള്ളിൽ നിങ്ങൾക്ക് ഏതൊരു രീതിയിലാണോ വീഡിയോ പെർഫോം ചെയ്യുന്നത്, ഓക്കെ, ഇപ്പോൾ ആ ഒരു ടിക്ക് മാർക്കാണ് അവിടെ ഷോ ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവറേജ് ആയിട്ട് ഒരു വ്യൂ ലഭിച്ചിട്ടുണ്ട്, ആവറേജ് ആയിട്ട് ഒരു വ്യൂ ഡ്യൂറേഷൻ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആവറേജ് ആയിട്ട് ഒരു വാച്ച് ടൈം മിനിറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ടിക്ക് മാർക്ക് കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത്, ആവറേജ്. ഓക്കെ, സോ ഒന്നാമത് ആ ഒരു താഴോട്ടുള്ള ആ ഒരു ഏറോ അതിന് ഡൗൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പറയുന്നത്. അതൊരു ഡൗൺ കാണിക്കുന്നത്, അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത് താഴോട്ടുള്ള ഒരു രീതിയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടേണ്ട അത്ര കിട്ടിയില്ല എന്നാണ് അർത്ഥം. രണ്ടാമത് ആ ഒരു ടിക്ക് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അത് ആവറേജ് ആണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വ്യൂ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, മൂന്നാമതായിട്ട് വരുന്നത് ടോപ്പിലോട്ടുള്ള ആ ഒരു ഏരോ. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട അത്ര കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് 3 സിമ്പിളാണ്, കിട്ടേണ്ട അത്ര കിട്ടിയിട്ടുണ്ട്, നല്ലൊരു റീച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. എനിക്കിപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 3ലും നടുക്കായിട്ട് കാണുന്ന ആ ഒരു ആവറേജ് വ്യൂ ഡ്യൂറേഷൻ മുകളിലോട്ടാണുള്ളത്. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ 1.22 മിനിറ്റ് വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ടോപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് 42 സെക്കൻഡ്സ്, 1 മിനിറ്റ് 2 സെക്കൻഡ് അങ്ങനെയാണുള്ളത്. സോ ഇപ്പോൾ എനിക്ക് 1 മിനിറ്റ് 2 സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, അത് മുകളിലോട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ
42 സെക്കൻഡ് കിട്ടുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു ടിക്ക് മാർക്കായിരിക്കും. ഓക്കെ, അതിലും താഴെ പോവുകയാണെങ്കിൽ എനിക്കിപ്പോൾ താഴോട്ടായിരിക്കും ഏരോ കിടക്കുന്നത്. ഓക്കെ, എനിക്കത് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു എൻ്റെ വീഡിയോ പെർഫോമൻസ് ആണല്ലോ. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് വാച്ച് ടൈമിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഈ 3 ഓപ്ഷൻസും മനസ്സിലായെന്ന് കരുതുന്നു. സോ ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, സോ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതോ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നിങ്ങൾ വീഡിയോ ഇത്രയും കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താഴെ പോയിട്ട്. അതിനോടൊപ്പം കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക, ഓൾ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തേക്കുക. ഓക്കെ, നിങ്ങൾ ഒരു ക്ലിക്കിന് വേണ്ടിയിട്ട് എനിക്ക് എത്രത്തോളം സന്തോഷമാണ് ലഭിക്കുന്നതെന്ന് അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതിലും നല്ല അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ.